ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ഒരു അയൽവാസി ഗീത ചേച്ചിയുടെ ഗാർഡൻ കണ്ടാലോ. ചെടികൾ വളർത്തുന്നവർക്ക് പലതരത്തിലുള്ള ഇൻട്രസ്റ്റുകളായിരിക്കും. ചിലർക്ക് ലീഫി പ്ലാന്റ്സുകളോടും ചിലർക്ക് ഫ്ലവറിങ് പ്ലാന്റ്സുകളോടും. ഇവിടെ നമ്മുടെ ഗീത ചേച്ചിക്ക് ഫ്ലവറിങ് പ്ലാന്റ്സുകളോടാണ് കേട്ടോ കൂടുതൽ താല്പര്യം. ഒരുപാട് വലിയ ഗാർഡനൊന്നുമല്ല കേട്ടോ, പരിമിതമായ സ്ഥലത്ത് ഒരു സാധാരണ വീട്ടമ്മ ഒരുക്കിയ ഒരു കൊച്ചു ഗാർഡനാണ് കേട്ടോ ഇത്. കുറച്ച് സ്ഥലമുള്ളെങ്കിലും ആ സ്ഥലത്ത് അതിമനോഹരമായൊരു ഗാർഡൻ ഒരുക്കാൻ ചേച്ചിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പൈസ കൊടുത്തൊന്നും ചെടികൾ വാങ്ങി വെച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ കാണപ്പെടുന്ന സാധാരണ ചെടികളാണ് കേട്ടോ ചേച്ചിയുടെ കയ്യിലുള്ളത്. എന്നാലും അവ കാണാനായിട്ട് വളരെ ഭംഗിയാണ് കേട്ടോ. ചെമ്പരത്തികളുടെ കുറച്ച് വെറൈറ്റി ഉണ്ട് കേട്ടോ ചേച്ചിയുടെ കയ്യിൽ. പിന്നെ അതൊരു സീനിയുടെ പ്ലാന്റാണ് കേട്ടോ. സീനിയുടെയും ഒരു 3-4 കളേഴ്സ് ചേച്ചിയുടെ കയ്യിലുണ്ട് കേട്ടോ. വൈറ്റ് കളറുള്ള സീനിയുണ്ടിത്. കയ്യിലുള്ള ചെടികളിലെല്ലാം നിറയെ പൂക്കളിട്ട് നിൽക്കുകയുണ്ടോ. ഇത് കണ്ടോ, സ്റ്റാർ സീനിയാണ്. എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. ഇതൊരു ആമസോൺ ബ്ലൂ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ആ ഒരു നീല കളറിൽ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ അത്. അതിങ്ങനെ ഒരുമിച്ച് നട്ടേക്കാണ്. അതിൻ്റെ ഒപ്പം വിൻഗയുടെ പ്ലാന്റുകളും ഉണ്ട്. ആ ഒരു മതിലിൻ്റെ സൈഡിൽ അങ്ങനെ അറ്റം വരെ ആ ഒരു പ്ലാന്റ് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കാണ്. അതിനിടയ്ക്ക് കപ്പിലൊക്കെ ഒരു പ്ലാന്റൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചി. നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള പാഴ്വസ്തുക്കളുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ചെടികൾ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. വിൻഗ ചെടികൾ ഇതുപോലെ നിലത്ത് മണ്ണിൽ വെച്ച് പിടിപ്പിച്ചേക്കാണ് കേട്ടോ. നിറയെ പൂക്കളിട്ട് നിൽക്കുകയാണ് കേട്ടോ വിൻഗയിൽ. പിന്നെ ഈ ആമസോൺ ബ്ലൂ തന്നെയാണ് ഇവിടെയും നട്ടു വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേ ഒരു സീനിയുടെ ഫ്ലവർ നിൽക്കുന്നുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സുകളും ഫ്ലവറിങ് പ്ലാന്റ്സുകൾ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ബ്ലൂ ഡൈസും അതുപോലെ തന്നെ പെറ്റൂണിയ പ്ലാന്റുമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇല്ലേ, ഒരു നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു പ്ലാന്റ് കൂടി ചേച്ചിയുടെ കൈവശം ഉണ്ട് കേട്ടോ. ഗന്ധരാജൻ, പാരിജാതം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടി പണ്ടുകാലങ്ങളിലെ മിക്ക വീടുകളിലും ഉണ്ടായിട്ടുള്ള ഒരു ചെടിയാണിത്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അമ്മ വീട്ടിൽ ധാരാളമായിട്ട് ഈ ചെടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് പൂത്ത് കഴിഞ്ഞാലില്ലേ, നമ്മുടെ അയൽ വീട്ടിലെ ആളുകൾ വരെ അറിയും കേട്ടോ. അത്രയ്ക്കും നല്ല മണമാണ് ഇതിന്. ഇപ്പം ഈ ചെടികളൊന്നും അങ്ങനെ കാണാറില്ല. ഇവിടെ ഗീത ചേച്ചിയുടെ കയ്യിലാണ് കേട്ടോ ഞാൻ കാണുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം. ഒരു ഗാർഡൻ അത് മനോഹരമാകാൻ വില കൂടിയ ചെടികൾ വേണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് ചെടികൾ വേണമെന്നോ ഇല്ല. ഉള്ള ചെടികൾ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തും അതിന് കറക്റ്റ് സമയത്തൊക്കെ വളമൊക്കെ നൽകി റീപ്പോർട്ടൊക്കെ ചെയ്ത് നമുക്ക് നല്ലൊരു ഗാർഡൻ വെച്ച് പിടിപ്പിക്കാം കേട്ടോ. പക്ഷേ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നവർക്ക് ചെടികളെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലഹരി തന്നെയാണ്. ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഒരുപാട് നട്ട് ഉണ്ടാക്കാൻ തോന്നും. അപ്പം ഒരുപാട് ചെടി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.